ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ 3 ഫേസ് ഡി ബി ആണെങ്കിലും സിംഗിൾ ഫേസ് ഡി ബി ആണെങ്കിലും സർക്യൂട്ട് വലിച്ചിടേണ്ടത് എങ്ങനെയാണ്, സെപ്പറേറ്റ് സർക്യൂട്ടുകൾ വലിച്ചിടുന്ന സമയത്ത് കളർ കോഡിംഗ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ സെപ്പറേറ്റ് നമ്മൾ ഓരോ സർക്യൂട്ട് വലിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അതിൻ്റെ മാർക്കിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്തിടാമെന്നും, എന്നാൽ മാത്രമേ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചാൽ എന്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഗുണങ്ങളുണ്ടാകുന്നതാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്ന വീഡിയോ. ആദ്യമേ തന്നെ നിങ്ങൾ നോക്കുന്നത് പോലെ തന്നെ എല്ലാം തന്നെ സെപ്പറേറ്റ് സർക്യൂട്ടുകളാണ് വന്നിരിക്കുന്നത്. അതായത് പൈപ്പുകൾ നമ്മൾ മുകളിലേക്ക് കാണാൻ സാധിക്കും. മുകളിൽ നിന്നും വന്നിരിക്കുന്ന പൈപ്പുകൾ സെപ്പറേറ്റ് പൈപ്പുകളായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ പൈപ്പുകളെല്ലാം തന്നെ നോക്കി അറിയാൻ പറ്റും. അത്യാവശ്യം സർക്യൂട്ടുകൾ നമ്മളെല്ലാം വലിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും അത്യാവശ്യം പൈപ്പിൻ്റെ ഉള്ളിൽ ഗ്യാപ്പുകളുണ്ട്. ശരിക്കും ഇങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. കാരണം പൈപ്പ് ഓവറായിട്ട് ടൈറ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പൈപ്പുകളുടെ ഉള്ളിൽ ഓവറായിട്ട് വയറുകൾ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഇൻഡക്ഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ വയറുകൾ എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കത്ത് പിടിക്കാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട്, അതായത് വയർ ഏതെങ്കിലും ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചൂട് മൊത്തം വയറുകളിലേക്ക് വ്യാപിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പൈപ്പുകൾ എപ്പോഴും ഫ്രീ ആയിട്ട് ഇരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള പൈപ്പുകൾ നമ്മൾ കൊടുക്കണം. പണ്ടത്തെ രീതി അനുസരിച്ചിട്ട് ജംഗ്ഷനുകൾ ഉപയോഗിക്കാതെ PVC ജംഗ്ഷൻ്റെ 4 ബോക്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ സർക്യൂട്ടുകൾ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് സെപ്പറേറ്റ് ഓരോ റൂമിൽ നിന്ന് സെപ്പറേറ്റ് സർക്യൂട്ടുകൾ, കിച്ചണിൽ നിന്ന് വരുന്ന ഏകദേശം ഒരു 3 സർക്യൂട്ട് ഉണ്ടാവും. മോട്ടറിൻ്റെ സർക്യൂട്ട്, പവർ സർക്യൂട്ട്, പിന്നെ അവിടുത്തെ മെയിൻ സർക്യൂട്ടുകൾ, വർക്ക് ഏരിയയിൽ വരുന്ന പവർ സർക്യൂട്ടുകൾ, പിന്നെ വാഷിംഗ് മെഷീന് വരുന്ന സെപ്പറേറ്റ് സർക്യൂട്ട്, പിന്നെ അതുപോലെ തന്നെ ഓരോ റൂമുകളിൽ വരുന്ന സർക്യൂട്ട്, AC-ക്ക് വരുന്ന സെപ്പറേറ്റ് സർക്യൂട്ട്, അങ്ങനെ സെപ്പറേറ്റ് സർക്യൂട്ടുകൾ വേണം നമ്മൾ DB-യിലേക്ക് എത്തിക്കാൻ. അപ്പോൾ DB-യിൽ നമ്മൾ കൊടുക്കുന്ന കളർ കോഡിംഗ് അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇതിപ്പോൾ നമുക്ക് നോക്കി അറിയാൻ പറ്റും, ഒരു കളർ കോഡിംഗ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഫേസ് ആദ്യത്തെ 2 വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ AC-യുടെ വരുന്നതാണ്. അതായത് മഞ്ഞയും നീലയും 2.5 വന്നിരിക്കുന്നത് AC-ക്ക് കൊടുത്തിരിക്കുന്നു. ബാക്കി 2.5 വരുന്നത് മഞ്ഞയും നീലയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ AC-ക്ക് പോയി, അതായത് 4ൻ്റെ വയറാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി വരുന്നത് ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ എല്ലാം വരുന്നത് നമ്മുടെ റൂമിൻ്റെ സർക്യൂട്ടാണ്. ഇപ്പോൾ റൂമിൽ സർക്യൂട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AC-ക്ക് വരുന്ന സർക്യൂട്ട് കൊടുത്ത് 4ൻ്റെ വേണമെങ്കിൽ 4ൻ്റെ കൊടുക്കാം, 2.5 വേണമെങ്കിൽ 2.5ൻ്റെ കൊടുക്കാം. അപ്പോൾ 2 ഫേസ് ന്യൂട്രലും AC-ക്ക് കൊടുത്തു. അതുപോലെ തന്നെ ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ ഇത്രയാണ് നമ്മുടെ മെയിനായിട്ട് റൂമിലേക്ക് വരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹാളിലേക്കൊക്കെ വരുന്നത്, കിച്ചണിലേക്കൊക്കെ വരുന്നത് ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ ഇത്രയും 5 വയറുകളാണ് മെയിനായിട്ട് വരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ പിന്നെ വരുന്ന മോട്ടറിൻ്റെ സർക്യൂട്ടിലേക്ക് വരുമ്പോൾ സമയത്ത് നമുക്ക് ഫേസ്, ന്യൂട്രൽ മാത്രം മതി. പിന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചറിയാൻ പറ്റും, വയറുകൾ നമ്മൾ അത്യാവശ്യം ലെങ്ത്തിലിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ഒതുക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ DB-യിലേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ 4 PVC ബോക്സ് അല്ലെങ്കിൽ 6 PVC ബോക്സ് ആണ് ചെയ്തിരിക്കുന്നത്. വയറുകളെല്ലാം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൂടെ കയറി ഇറങ്ങിയിട്ട് വേണം പോകാൻ. അപ്പോൾ എത്ര പൈപ്പ് വേണമെങ്കിലും നമുക്ക് ഇതുപോലത്തെ ജംഗ്ഷനുകൾ വെച്ചാൽ പൈപ്പുകൾ വെച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം 4 6 വെച്ച് നമുക്ക് മാക്സിമം പൈപ്പുകൾ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് വയറുകൾ തിക്കില്ലാത്ത രീതിയിൽ, ഒട്ടും ടൈറ്റ് ആവാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ ഡ്രസ്സ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ സർക്യൂട്ട് തിരിച്ച് സെപ്പറേറ്റ് ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഒരു ടേപ്പ് അടിച്ചിട്ടാണ് കാണാൻ സാധിക്കും. സെപ്പറേറ്റ് തിരിച്ചിടാണെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് തന്നെ ഡ്രസ്സ് ചെയ്ത് ഫേസ്, ന്യൂട്രലൊക്കെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ നമുക്ക് അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.